ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിന്റെയും തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഡിസംബർ 3-ന് വാസുവിന്റെയും നവംബർ 29-ന് ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഇരുവർക്കും ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ നിർണായകമായ വിവരങ്ങളാണ് SITക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം റിമാൻഡ് കാലാവധി കോടതി വീണ്ടും നീട്ടിയിരുന്നു. എൻ വാസു വിരമിച്ചതിന് ശേഷമാണ് ബോർഡിന്റെ ഉത്തരവിറങ്ങിയതെന്നും കട്ടിളപ്പാളികൾ കൈമാറിയതെന്നുമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഈ മാസം 29-ന് KS ബൈജുവിന്റെയും ഡിസംബർ 3-ന് എൻ വാസുവിന്റെയും ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി പറയുക. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ A പത്മകുമാറിനായുള്ള അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്താനാണ് സാധ്യത. എൻ വാസുവിന്റെയും A പത്മകുമാറിന്റെയും അറസ്റ്റോടെ പ്രതിരോധത്തിലായത് CPM ആണ്. മുൻ MLAയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാറിലൂടെ പാർട്ടി നേതൃത്വത്തിന് കുരുക്കു വീഴുമോ എന്ന ആശങ്കയുമുണ്ട്. കേസിൽ ഇതുവരെ 6 പ്രതികളാണ് അറസ്റ്റിലായത്. ജനം, കൊല്ലം.